നിങ്ങൾക്ക് ചിക്കൻ പിസ്സ ഇഷ്ടമാണോ? നമുക്കിതൊരു ചിക്കൻ പിസ്സ തയ്യാറാക്കിയാലോ? ഹോട്ടലിൽ നിന്ന് മേടിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ പിസ്സ തയ്യാറാക്കി കഴിക്കുന്നതിൽ നമുക്ക് കൂടുതൽ ഇഷ്ടം. ഇത് നോക്കൂ, ഇങ്ങനെയുണ്ട് നമ്മുടെ പിസ്സ. ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ കുറച്ച് ചിക്കൻ വറുത്തെടുക്കുന്നുണ്ട്. ഇതേ കണ്ടോ, ഇതെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ പീസുകളായി വേണം ചിക്കൻ പിസ്സയ്ക്കായി കട്ട് ചെയ്തെടുക്കുവാൻ. ഇതുകൂടാതെ പിസ്സയ്ക്ക് ആവശ്യമായ പിസ്സ സോസ്, ടൊമാറ്റോ സോസ്, ഗ്രീൻ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1 കപ്പ് മാവ് ഒരു തരി പോലുമില്ലാതെ 2 തവണ നന്നായി അരിച്ച് ഇവിടെ വച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പ്ലേറ്റിൽ ഒരു ചെറിയ പിസ്സ തയ്യാറാക്കി എടുക്കുവാനായി 1 കപ്പ് മാവ് മതിയാകും. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കുവാൻ ആവശ്യമായ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കുറേശ്ശേ വേണം ഒഴിക്കാൻ, ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല കേട്ടോ. മാവൊന്ന് കുഴച്ചെടുക്കാം. ഇത് കട്ട പിടിക്കാതെ സാവകാശം വേണം ഇളക്കി യോജിപ്പിക്കാൻ. 2-3 തവണയായി നമ്മൾ ഇതിങ്ങനെ ഒഴിച്ച് ഒന്ന് നന്നായി ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്ത് എടുക്കുമ്പോഴേക്കും മാവ് ഉണ്ടല്ലോ നന്നായി തന്നെ കുഴഞ്ഞ് റെഡിയായി വരും. ഇതിവിടെ നന്നായി വന്നിട്ടില്ല കേട്ടോ. നമ്മൾ ഈസ്റ്റ് തയ്യാറാക്കിയ പാത്രത്തിലേക്ക് ലേശം ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇതേ കണ്ടോ, ഇപ്പോൾ നമ്മുടെ മാവ് നന്നായി കുഴഞ്ഞു വന്നത്. ഇങ്ങനെ നമ്മൾ നന്നായി ഇത് കുഴച്ച് ഇനി നമുക്ക് കൈകൊണ്ടുണ്ടല്ലോ ഇത് നന്നായി തിരുമ്മി കുഴച്ച് എത്രത്തോളം റെഡിയാക്കി എടുക്കുന്നുവോ അത്രത്തോളം നമ്മുടെ പിസ്സയും നല്ല സോഫ്റ്റായി തന്നെ വരും. മാവ് കുഴച്ച് ആ സോഫ്റ്റാക്കി എടുക്കുന്നത് പോലെ ഇരിക്കും നമ്മുടെ പിസ്സയുടെ സോഫ്റ്റ്നെസ്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി കുഴച്ചെടുക്കാം. ഇതിലേക്ക് പൊടിയോ ഗോതമ്പ് പൊടിയോ റവയോ ഒന്നും തന്നെ ചേർക്കാൻ പാടില്ല കേട്ടോ. എന്നാൽ ഇത് നമ്മുടെ പിസ്സ നല്ല സോഫ്റ്റായി വരികയില്ല. നമ്മൾ മൈദമാവിലേക്ക് ഓയിൽ പുരട്ടി വേണം നന്നായി കുഴച്ചെടുക്കാൻ. അത് എത്രത്തോളം മയമാകുന്നതിന് കുഴയ്ക്കാമോ അത്രത്തോളം മയപ്പെടുത്തി വേണം കുഴച്ചെടുക്കാൻ. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർത്തില്ലായിരുന്നല്ലോ. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി നന്നായി കുഴച്ചെടുക്കാം. ഇതേ കണ്ടോ, നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളിലേക്ക് അല്പം ഓയിൽ പുരട്ടി അടച്ച് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം. അത് അവിടെ ഇരുന്ന് സെറ്റായി വരട്ടെ. ഇനി ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് പിസ്സ തയ്യാറാക്കാനായി നന്നായി കഴുകി തുടച്ച് ജലാംശം ലേശം പോലുമില്ലാതെ റെഡിയാക്കി വച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മുടെ പ്ലേറ്റിന് ഉൾഭാഗവും പ്ലേറ്റിൻ്റെ സൈഡിലും നന്നായി പുരട്ടാം. നമ്മുടെ പിസ്സ ലേശം പോലും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ പ്ലേറ്റിലേക്ക് ഓയിൽ ഒഴിച്ച് നന്നായി 4 ഭാഗത്തും പുരട്ടുന്നത്. ഇനി നമ്മൾ പിസ്സ തയ്യാറാക്കാനായി വെച്ച മാവ് എന്തായെന്ന് നോക്കാം. ഇതേ കണ്ടോ, അതിൻ്റെ പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലേക്ക് ലേശം ഓയിൽ പുരട്ടി ഇതൊന്ന് കുഴച്ച് നമ്മൾ റെഡിയാക്കി വെച്ച പ്ലേറ്റിലെ അതിലേക്ക് വെച്ച് കൊടുക്കാം. മാവെല്ലാം പ്ലേറ്റിലേക്ക് വച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിസ്സയുടെ മധ്യഭാഗം നല്ല നേർമയായി വരാനായി നേർമയ്ക്ക് പരത്തിയ ശേഷം പ്ലേറ്റിൻ്റെ സൈഡുണ്ടല്ലോ, സൈഡിന് റൗണ്ടിന് അല്പം കട്ടിയായിട്ട് വേണം പരത്തിയെടുക്കുവാൻ. എങ്കിലേ നമ്മുടെ പിസ്സയുടെ ഉൾഭാഗത്തിന് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ലഭിക്കാൻ, ചിക്കനും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അപ്പോഴിത് റെഡിയായി നന്നായിരിക്കുകയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പിസ്സയിലേക്ക്
ആദ്യം തന്നെ പിസ്സ സോസ് പുരട്ടി കൊടുക്കാം. പിസ്സ സോസ് ആദ്യം പുരട്ടിയാലേ നമ്മുടെ പിസ്സയ്ക്ക് നല്ല എരിവും ടേസ്റ്റുമൊക്കെ പിടിക്കുകയുള്ളൂ. ഇനി നമുക്കിതിന് മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ നിരത്തി കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് റെഡ് ക്യാപ്സിക്കം വച്ചു കൊടുക്കാം. റെഡ് ക്യാപ്സിക്കം ഞാനിവിടെ വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അത് നമുക്കിങ്ങനെ കൂടുതൽ ഇടുന്നത് കാണാനും ഒരു ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിനോടൊപ്പം ഒരു ടൊമാറ്റോയും ഞാൻ വളരെ നേർമയായി തന്നെ കട്ട് ചെയ്ത് ഇതിലേക്ക് വച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്രീൻ ക്യാപ്സിക്കവും ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് നിരത്താം. ഗ്രീൻ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കവും ചീസും എല്ലാം കൂടി ചേരുമ്പോഴാണല്ലോ നമ്മുടെ പിസ്സയ്ക്ക് നല്ല ടേസ്റ്റും കാണാനും നല്ല ഭംഗി. അതുകൊണ്ടെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗ്രീൻ ക്യാപ്സിക്കവും നിരത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് വച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അതിനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് കൂടി പിടിച്ചു വന്നാൽ നമ്മുടെ പിസ്സയ്ക്ക് വളരെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി നമുക്കിതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഫ്രൈ കൂടി നിരത്തി കൊടുക്കാം. ഇത് ഇത്രയും വച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിലേ ഇത് ഉള്ളിലോട്ട് ഇറങ്ങിയിരുന്ന് അതിലേക്ക് ടേസ്റ്റ് പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് വെക്കാനായി ഞാനിവിടെ കുറച്ച് ടൊമാറ്റോയും ഒണിയോണും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിന് മുകളിലേക്ക് അതും കൂടി നിരത്തി കൊടുക്കാം. ടൊമാറ്റോയും ക്യാപ്സിക്കവും ഒണിയോണും എല്ലാം റൗണ്ട് ചെയ്ത് നമ്മുടെ പിസ്സയുടെ മുകളിലേക്ക് നിരത്തുമ്പോഴല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ടാവുക. ഇതെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കണ്ടാലോ. ഇതേ കണ്ടോ, ഇതാണ് നമ്മുടെ പിസ്സ കേട്ടോ. കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി പിസ്സ തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു കട്ടിയുള്ള പാൻ റെഡിയാക്കി വെച്ചിരുന്നു. അത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് 5 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യാം. ഇതേ കണ്ടോ, ഇതാണ് ഒറിഗാനോ. ഞവരയും തുളസിയും കൂടെ ഉണക്കി റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ. ഇത് ഞാനിവിടെ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അതിൽ നിന്ന് കുറച്ച് നമ്മുടെ ഉള്ളം കൈയിലേക്കിട്ട് ഒന്ന് തിരുമ്മി നമ്മുടെ പിസ്സയിലേക്ക് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പിസ്സയ്ക്ക് നല്ല സ്വാദും ടേസ്റ്റും ഉണ്ടാകും. ഇതെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രീ ഹീറ്റ് ചെയ്യാനായി ഒരു പാൻ അടുപ്പിലേക്ക് വച്ചില്ലേ, അതിനുള്ളിലേക്ക് ഇത് വച്ചു കൊടുക്കാം. ലേശം പോലും ആവി പുറത്തേക്ക് പോകാതെ നമ്മുടെ പാൻ അടപ്പിന് മുകളിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാവുമല്ലോ, അതുകൂടി ഒരു പേപ്പർ കൊണ്ട് തിരുമ്മി അടച്ച് വേണം വെക്കാൻ. എങ്കിലേ നമ്മുടെ പിസ്സ നന്നായി വെന്ത് വരികയുള്ളൂ. നമ്മുടെ പിസ്സ അടുപ്പിലേക്ക് വച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്ന് എന്തായെന്ന് നോക്കാം. ഇതിവിടെ നന്നായി പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. ഇത് അടുപ്പിൽ നിന്നും മാറ്റി അടപ്പ് തുറന്നപ്പോൾ തന്നെ നല്ല സ്വാദുണ്ട് കേട്ടോ. കാണാനും വളരെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് നോക്കൂ, നമ്മുടെ പിസ്സ എങ്ങനെയുണ്ട്. വളരെ രുചികരമായ രീതിയിൽ തയ്യാറാക്കിയ നമ്മുടെ ചിക്കൻ പിസ്സ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി കഴിക്കണം. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.